കറക്റ്റ് അല്ല ഫേസ് കാണുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ട്. He got 3 followers. Oh my God! ഹേ ഗൈസ്, അപ്പോൾ എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളിങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴും ഞാൻ ജസ്റ്റ് ഫോൺ ഇങ്ങനെ നോക്കിയതായിരുന്നു. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എത്ര വ്യൂസ് ആയി എന്നൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് 3 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം, ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ വീഡിയോ ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇട്ടു. അതിൽ ജസ്റ്റ് നമുക്കൊരു 154 വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 154 വ്യൂസിൽ നിന്ന് നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. കാരണം നമ്മൾ വി ആർ സോ താങ്ക്ഫുൾ ആൻഡ് വി ആർ സോ ഹാപ്പി. എന്താ പറയുക, നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും. നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ എന്തായാലും ട്രൈ ചെയ്യും. 3 സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സോ താങ്ക്ഫുൾ ആൻഡ് ഹോപ്പ് സോ നമ്മളെ ചാനൽ നമ്മളെ മോളും കൂടി വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ് താങ്ക് യു പറയാമി. താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഡെയിലി വീഡിയോസ് ഇടും. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇടണം. അതാണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സോ താങ്ക് യു ഓൾ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബൈ.